ചിലപ്പം ആസ് എ സ്റ്റുഡൻറ്റ് ഓഫ് സോഷ്യൽ സയൻസ് ഞാനിപ്പോൾ പബ്ലിക് പോളിസി ആൻഡ് ഗവർണൻസ് മാസ്റ്റേഴ്സ് ചെയ്യാണ്. അപ്പം ചിലപ്പോൾ ആ സോഷ്യൽ സയൻസസിനോടുള്ളൊരു പ്രണയം കൂടി ആയിരിക്കാം ഈ ഒരു തീമാറ്റിക് കോൺസെർട്ട് എന്ന രീതിയിൽ മ്യൂസിക്കും നമ്മുടെ സൊസൈറ്റലായിട്ടുള്ള കാര്യങ്ങളും എങ്ങനെ നമുക്ക് മേർജ് ചെയ്യാം എന്നുള്ളൊരു ഒരു ഐഡിയയിലേക്ക് എത്തിയത്. അപ്പം നമുക്കറിയുന്നത് പോലെ ദർ ആർ ലോട്ട് ഓഫ് മിസ്ഇൻറ്റർപ്രിട്ടേഷൻസ് അബൌട്ട് എ ലോട്ട് ഓഫ് തിങ്സ് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പം ഭക്തി എന്ന് പറയുന്നത് ഡിവോഷൻ, ഏത് ദൈവം ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്തായിക്കോട്ടെ, ഡിവോഷൻ ക്യാൻ ബി ടുവേർഡ്സ് എനിത്തിങ്. ഇപ്പം ഒരു മാർസിസ്റ്റുകാരനോട് ചോദിച്ചാൽ പറയും ഞാൻ മാർക്സിനെയാണ് ദൈവത്തെ പോലെ ആരാധിക്കുന്നതെന്നാണ്. ആ ഒരു ഡിവോഷൻ എന്ന് പറയുന്ന ഒരു തലം ഭയങ്കര മിസ്ഇൻറ്റർപ്രിറ്റഡ് ആയിട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഭക്തി മൂവ്മെൻറ്റ് നമ്മുടെ രാജ്യത്തിൽ, അന്ന് രാജ്യം എന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല, ഒരു ഭാരതദേശത്തിൽ ഉത്ഭവിച്ചപ്പം there were a lot of aims that it had, not just to spread bhakti. Definitely ഭക്തി മൂവ്മെൻറ്റിൽ അത് മേജർ തിങ്. പക്ഷെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് കുറേ കാര്യങ്ങൾ അത് റെവല്യൂഷനൈസ് ചെയ്യാൻ അന്നത്തെ ഭക്തി സെയിൻസ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. ലൈക്ക് ഇപ്പം നമുക്ക് കർണാടകയിലുള്ള ബസവേശ്വര എടുക്കുക, ബസവണ്ണ എന്ന് പറഞ്ഞിട്ടൊരു വെരി ഫേമസ് ഭക്തി സെയിൻ്റ് ഉണ്ട്. ഇപ്പം ലിംഗായത്ത് സെക്ട് ഉണ്ടല്ലോ, അതിൻ്റെ ഫൗണ്ടർ എന്ന രീതിയിലാണ് ബസവെ അറിയപ്പെടുന്നത്. ബസവേശ്വരയുടെ കുറേ കോമ്പോസിഷൻസ് നമുക്ക് ലിറിക്സ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം വെച്ചാൽ he went outrightly against the caste system that was prevalent. Caste മാത്രമല്ല, the general socio-economic condition that was prevalent in that region. അപ്പം ഭക്തി ഒരു കമ്മ്യൂണിറ്റിക്കോ അല്ലെങ്കിൽ ഒരു സെക്ട് ഓഫ് പീപ്പിളിനോ മാത്രം ആക്സസ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമായിട്ടാണ് അന്നത്തെ കാലത്ത് ഇത് വെച്ചുകൊണ്ടിരുന്നത്. ആൻഡ് പീപ്പിൾ ഓഫ് ദി അതർ കമ്മ്യൂണിറ്റീസ് ഡിഡ് നോട്ട് നോ ദാറ്റ്, യുനോ, അത് നോർമലൈസ് ചെയ്യപ്പെട്ടു. പക്ഷേ ബസവേശ്വര പോലത്തെ അങ്ങനത്തെ ഭക്തി സെയിൻസ് വന്നപ്പോഴാണ് ഓക്കെ, യുനോ, എനിക്ക് എൻ്റെ ശിവനോടുള്ള ഭക്തി, ഐ ഓൾസോ ഹാവ് ദ റൈറ്റ് ടു പ്രേ ടു ശിവ എന്നുള്ളൊരു കാര്യം മനസ്സിലായത് ആൾക്കാർക്ക്. അങ്ങനെയാണ് ദ ഭക്തി മൂവ്മെൻറ്റ് സ്പ്രെഡ്. ഓൾ ഓഫ് ദീസ് പോയിറ്റ്സ് ഇൻ ജനറൽ അവരുടെ ലിറിക്സ് നോക്കുകയാണെങ്കിൽ മനസ്സിലാവും ദാറ്റ് ഭക്തി ഈസ് സംതിങ് ദാറ്റ് ഈസ് ബിയോണ്ട് എനി ബാരിയേഴ്സ്, ആർട്ടിഫിഷ്യൽ ബാരിയേഴ്സ്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ വൺ ഓഫ് ദ കോമ്പോസിഷൻസ് ഓഫ് ബസവ എന്നെ ഭയങ്കരമായിട്ട് എന്താ പറയുക, ഭയങ്കരമായിട്ട് എന്നെ പുള്ളി ചെയ്തൊരു കോമ്പോസിഷനാണ്. അതിൽ പറയുന്നത് ഉള്ളവരു ശിവാലയമാടുവരു, ഉള്ളവരു ശിവാലയമാടുവരു. എൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഒരു വെൽത്തി ധനമുള്ള ഒരാൾക്ക് ഒരു ടെമ്പിൾ, ഒരു അമ്പലം പണിഞ്ഞാൽ അത് അവിടെ പോയി ഭഗവാനെ പൂജ ചെയ്യാൻ പറ്റും. ബടവനയ്യ പോ മാൻ. എന്നെ പോലത്തെ ഒരു ധനികനല്ലാത്തൊരാൾക്ക് എങ്ങനെയാണ് ഞാൻ ശിവനെ പ്രാർത്ഥിക്കുന്നതെന്നാണ് ആദ്യത്തെ വരിയിൽ ചോദിക്കുന്നത് അദ്ദേഹം. ആ സെയിം കോമ്പോസിഷനിൽ അദ്ദേഹം അതിൻ്റെ ആൻസറും കൊടുത്തിട്ടുണ്ട്. എന്ന കാലേ കമ്പവയ്യ ദേഹവേ ദേഗുല ശിരവിഹുന്ന കലശവയ്യ. എൻ്റെ അർത്ഥം, എൻ്റെ കാലാണ് ദ പില്ലർ ഓഫ് ദ ടെമ്പിൾ, എൻ്റെ ശരീരം തന്നെയാണ് ഷ്രൈൻ, എൻ്റെ ശിരസ്സാണ് കലശം ടെമ്പിളിലുള്ള. അപ്പം നോക്കുകയാണെങ്കിൽ എൻ്റെ ഈ ഫിസിക്കൽ ബോഡി തന്നെയാണ് ദ ടെമ്പിൾ ഓഫ് ഗോഡ്. സോ ഐ ഡോണ്ട് ഹാവ് ടു ഗോ ടു എനി ഫിസിക്കൽ പ്ലേസ് ഇൻ സെർച്ച് ഓഫ് ഗോഡ്, ബട്ട് ഗോഡ് റിസൈഡ്സ് വിത്തിൻ മീ. അപ്പം ആ ഒരു കോൺസെപ്റ്റാണ് യു ക്യാൻ ഫൈൻഡ് അക്രോസ് ഓൾ ദീസ് ഭക്തി സെയിൻസ് കോമ്പോസിഷൻ. അതിൽ ശരിക്കും അഭിരാമി പറയാൻ ശ്രമിക്കുന്നതിൽ ഒരു റെഫർമേഷൻ്റെ അപ്പുറത്തേക്ക് റിനൈസൻസിൻ്റെ ഒരു സ്പേസിലേക്ക് ഇത് പോയി എന്നാണോ ഭക്തി പ്രസ്ഥാനം? തീർച്ചയായിട്ടും റിനൈസൻസ് ഡെഫിനറ്റ്ലി ഉണ്ടായിട്ടുണ്ട്. ബിക്കോസ് നമുക്ക് അക്കാലം വരെ കാണാൻ പറ്റാത്ത കുറേ റെവല്യൂഷൻസ്, കുറേ സോഷ്യൽ ചേഞ്ചസ് ഭക്തി മൂവ്മെൻറ്റിന് കൊണ്ടുവരാൻ സാധിച്ചു. ഇൻ ടേംസ് ഓഫ് ജെൻഡർ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ മീരാബായി അല്ലെങ്കിൽ അക്ക മഹാദേവി പോലത്തെ വിമൻ ഭക്തി സെയിൻസ് മുമ്പോട്ട് വന്നു. അവർക്ക് കുറേ ശിഷ്യന്മാർ അല്ലെങ്കിൽ അവർക്കൊരു ഫോളോവേഴ്സ് ഉണ്ടായി. അന്നത്തെ കാലത്ത് വെച്ചാൽ ജെൻഡർ റൂൾസ് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. സോ കെൻ യു എക്സ്പെക്ട് ഒരു പ്രിൻസസ് ടു ലീവ് ഹെർ കിങ്ഡം, ടു ലീവ് ഹെർ ഹസ്ബൻഡ് ബിഹൈൻഡ് ആൻഡ് ഗോ ഇൻ സെർച്ച് ഓഫ് ഗോഡ്? ഇപ്പോഴത്തെ ഒരു കാലത്ത് പോലും നമുക്കത് ചിന്തിക്കാൻ പറ്റില്ല. പക്ഷെ അന്നത്തെ കാലത്ത് മീരാബായി അത് ചെയ്തിട്ടുണ്ടെങ്കിൽ യു ക്യാൻ ജസ്റ്റ് ഇമാജിൻ ഹെർ കറേജ് ടു ഡു ദാറ്റ്. നിങ്ങൾ ബുദ്ധിജീവിയായിരുന്നല്ലേ?
അങ്ങനെയൊന്നും. അറിഞ്ഞില്ല. പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടം. അപ്പോൾ അങ്ങനെയാണ് തീമാറ്റിക്കിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ആവുന്നത്. അപ്പം ഒരു ആശയത്തെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ഇല്ലെങ്കിൽ ഈ അതിൻ്റെ ഒരു ഇപ്പം നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ശരിക്കും എന്താണ് കോൺസെപ്റ്റ് വഴി? സോ ഞാൻ ആദ്യം ചെയ്ത കോൺസെർട്ട് ഇതായിരുന്നു, കോമ്പോസിഷൻസ് ഓഫ് ഭക്തി സെയിൻസ് അക്രോസ് ഇന്ത്യ. ആൻഡ് ഞാനിപ്പം പുതിയതായിട്ടൊരു തീം കൊണ്ടുവന്നത് വെച്ചാൽ ടു എക്സ്പ്ലോർ ദ ഡിവേഴ്സിറ്റി ഓഫ് ഇന്ത്യൻ മ്യൂസിക്. ഇന്ത്യൻ മ്യൂസിക് ഇത്രയും ഒരു വാസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ ഒരിക്കലും ക്ലെയിം ചെയ്യുന്നില്ല ദാറ്റ് എൻ്റെ ഒരു കോൺസെർട്ട്, എൻ്റെ ഒരു തീമാറ്റിക് കോൺസെർട്ടിൽ എക്സ്ക്ലൂസീവായിട്ട് എല്ലാ ജോണേഴ്സും എനിക്ക് ചെയ്യാൻ പറ്റും ഞാൻ ക്ലെയിം ചെയ്യുന്നില്ല. പക്ഷേ ഇറ്റ്സ് എ വെരി ഹംബിൾ അറ്റംപ്റ്റ് ഫ്രം മൈ പാർട്ട്. ഇപ്പം നോക്കുകയാണെങ്കിൽ കവാലി, സൂഫി, ഭക്തി സംഗീത്, മറാഠി അഭംഗ് ഉണ്ടല്ലോ അത്, ഫിലിം മ്യൂസിക്, ഗസൽസ്, ഇതൊക്കെ കമ്പൈൻ ചെയ്ത് ഇത് ഓരോ ജോണേഴ്സിനുള്ള അതിൻ്റെ പോപ്പുലറായിട്ടതും നോട്ട് വെരി പോപ്പുലർ ആയിട്ടുള്ള കോമ്പോസിഷൻസ് ഒക്കെ എടുത്തിട്ട് കോർത്തിണക്കിക്കൊണ്ട് അത് അതിൻ്റെ കൂടെ നരേഷനും ഉണ്ടാവും. ബിക്കോസ് ഐ സ്ട്രോങ്ലി ഫീൽ ദാറ്റ് ഇങ്ങനത്തെ പുതിയ പുതിയ ആശയങ്ങൾ വരുമ്പം ഇറ്റ് ഹാസ് ടു ബി കമ്മ്യൂണിക്കേറ്റഡ് ഈവൻ വെർബലി ടു ദ ഓഡിയൻസ്. അല്ലെങ്കിൽ ചിലപ്പം എന്താണ് അഭിരാമി ഫിലിം സോങ്സ് ഒന്നും പാടിയില്ലല്ലോ എന്നൊക്കെ ഉള്ളൊരു കംപ്ലയിൻസ് ആൾക്കാരൊന്നും വരാം. അപ്പം ഞാൻ ആദ്യം തന്നെ കോൺസെർട്ടിൻ്റെ ആദ്യം തന്നെ പറയും, ദിസ് ഇസ് ദ തീം ആൻഡ് ദിസ് ഇസ് വാട്ട് യു ക്യാൻ എക്സ്പെക്ട് വെൻ യു കം ഫോർ ദ കോൺസെർട്ട് എന്നുള്ള കാര്യം. അപ്പം ഇപ്പം ഞാൻ എക്സ്പ്ലോർ ചെയ്യുന്ന ഈ ഒരു ഡിവേഴ്സിറ്റി ആസ്പെക്റ്റ് ആണ്. പിന്നെ പക്ഷേ ഐ തിങ്ക് വൺ കോമണാലിറ്റി അക്രോസ് ബോത്ത് ദ തീംസ് ഇസ് ദാറ്റ് ഐ വാണ്ട് പീപ്പിൾ ടു ടേക്ക് അപ്പ് ദ കോൺസെർട്ട്. സോ എൻ്റെ ഒരു കോൺസെർട്ട് എന്ന് പറയുന്നത് ഞാൻ കൺസെപ്ച്വലൈസ് ചെയ്യുന്ന ഒരു കോൺസെർട്ടിൽ ഒരിക്കലും ഞാൻ ഒറ്റയ്ക്കിരുന്ന് യൂണിവോക്കലായിട്ട് പാടുന്നതല്ല. ഐ ഇൻക്ലൂഡ് ദ പീപ്പിൾ ആൻഡ് ടു മൈ സർപ്രൈസ് ദേ സിങ് സോ ബ്യൂട്ടിഫുള്ളി വിത്ത് മീ. ഇപ്പം നമ്മൾ മറാഠി അഭംഗ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അഭംഗ്സ് എന്ന് പറയുന്നത് തന്നെ ഒരു കമ്മ്യൂണിറ്റി ആസ് എ ഹോൾ പാടുന്ന പാട്ടുകളാണ്. വിഠൽ എന്ന ഭഗവാനെ കുറിച്ച്. സോ ബിയോണ്ട് എനി കാസ്റ്റ്, ബിയോണ്ട് എനി റിലിജൻ, ലാംഗ്വേജ്, ഞാൻ വിഠല എന്ന് അവസാനം ആ ഒരു ചാൻഡ് പോലെ പാടുമ്പം എവറിബഡി ജോയിൻസ്. ഇപ്പോൾ ഒരു കവാലി എടുക്കുകയാണെങ്കിൽ ദമാദം മസ്ത് കലന്തർ അല്ലെങ്കിൽ ഛാപ്പ് തിലക്ക്, ഇതൊക്കെ പാടുമ്പം ടുവേർഡ്സ് ദി എൻഡ് പീപ്പിൾ ഗെറ്റ് സോ എനർജൈസ്ഡ് ആൻഡ് ദേ ഓൾ സ്റ്റാർട്ട് ക്ലാപ്പിംഗ്. ആൻഡ് അവസാനം അതൊരു ഭയങ്കര ഒരു യൂണിഫൈങ് ഫീലിംഗ് വരും, വേർ യു ദ ലിസണേഴ്സ് ആൻഡ് ദ മ്യൂസിക് ബിക്കംസ് വൺ. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും ഉണർത്താൻ വേണ്ടിയിട്ട് കവാലി നമുക്കൊന്ന് കാശിയാലോ? ഓ ഡൺ ഷുവർ. ഇവരൊക്കെ കൈയടിക്കുമെന്ന് നോക്കാം, കൂടെ പാടുമെന്ന് നോക്കാം. ഞാൻ ചേട്ടനും പാടണം, ഞാൻ പറയാൻ വരുമായിരുന്നു. അല്ല, ഞാൻ ദേവസഭാതിലൊക്കെ പാടി കേട്ടിട്ടുണ്ടല്ലോ. പാട്ട് മതിയാക്കിയല്ലോ. എന്നോട് എല്ലാവരും പറഞ്ഞു പാടണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പാടി. പക്ഷേ ഐ ആം ഷുവർ ഇതൊക്കെ എല്ലാവർക്കും കൂടെ പാടാൻ പറ്റുന്ന പാട്ടുകളാണ്. അതെ അതെ അതെ. ഞങ്ങൾ ആത്മവിശ്വാസം തരാൻ വേണ്ടിയിട്ട് ബുദ്ധിജീവികൾ ഇങ്ങനെ പലതും പറയും. ഞങ്ങൾ ഞങ്ങൾ മാനസികമായി പിന്തുണയ്ക്കുന്നതായിരിക്കും. നമ്മള് സൂഫിയില് കവാലിയിൽ ഇങ്ങനെ കേട്ടോ ക്ലാപ്പ് ചെയ്യുന്നത്. ഇങ്ങനെ ക്ലാപ്പ് ചെയ്യാം. ക്ലാപ്പ് ചെയ്തായിരുന്നു.